ആൻറ്റിന 2GPA. 4GPA വേണം. 2G നെറ്റ്വർക്ക് കിട്ടണമെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് വേണോ? 4G വേണം. ഇനി നമ്മളെന്താ പറയുന്നത്? WTR. ശരിക്കും അതിൻ്റെ യഥാർത്ഥ പേരെന്താ? റിസീവർ അല്ല, ട്രാൻസീവർ. ട്രാൻസീവർ പറഞ്ഞാൽ റിസീവിങ്ങും ട്രാൻസ്മിറ്റിങ് ചെയ്യുന്ന ആളാണ്. ഇത് എല്ലാത്തിലും WTR എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. ചില മോഡൽ STR ഉണ്ടാവും, ചിലയിൽ WTR ഉണ്ടാവും, ചില മോഡലിനകത്ത് മീഡിയ ടെക്കിൻ്റെ ട്രാൻസീവർ ഉണ്ടാവും. ഈ പറയുന്ന മോഡലാണ്. അപ്പോൾ ഈ നമ്മളെപ്പോഴും WTR എന്നല്ല പറയണ്ട, ട്രാൻസീവർ എന്ന് പറയണ്ട. അതിൻ്റെ പേരെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാം. അത് ഏത് മോഡലാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാം WTR അല്ലെങ്കിൽ STR. ഇനി അടുത്താണ് വേണ്ടത് CPU. ഇത്ര കാര്യങ്ങൾ വേണം ഒരു നെറ്റ്വർക്ക് വർക്ക് ചെയ്യണം. 2G വർക്ക് ചെയ്യണമെങ്കിൽ ഇത്ര എന്ത് വേണോ? കോമ്പോണൻസ് അല്ലെങ്കിൽ ഇത്ര IC വേണം. എന്തെല്ലാം വേണം? ആൻറ്റിന വേണം, 2G വേണം, 4G വേണം, CPU വേണം, ട്രാൻസീവർ വേണം. WTR എന്ന് പറയാൻ പാടില്ല, ട്രാൻസീവർ വേണം. ഇത് ആദ്യം എവിടെയാ പോന്നെ വെക്കാം? ആദ്യം എവിടെയാ പോന്നെ? എന്താ സാധനം? DP/DT എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? ഡബിൾ പോൾ ഡബിൾ ത്രോ. ഇത് ഞാൻ പറഞ്ഞു തന്നിട്ടേ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇതിന്ന് എടുത്തേക്കാ പോകുന്നു. ഇതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടത്തില്ല? നെറ്റ്വർക്ക് കിട്ടത്തില്ല. ഇതിന്നാണ് സ്റ്റാർട്ടിങ് വരുന്നത്. അത് കഴിഞ്ഞാൽ അടുത്ത നെക്സ്റ്റ് ഇത് എവിടെയാ പോകുന്നത്? ഈ കണക്ഷൻ നേരെ പോകുന്നുള്ളത് ഇതിൽ 2 കണക്ഷൻ DP/DT നടന്നിടത്തേക്ക് 2 കണക്ഷൻ വരും. 2 മെയിൻ ഇൻ ഉണ്ടാവും, 2 മെയിൻ ഔട്ട് ഉണ്ടാവും. അപ്പോൾ അതൊന്ന് നേരെ ആദ്യം വരുന്നുള്ളത് ആൻറ്റിനാണ് നേരെ വരുന്നുള്ളത്. ഈ ഒരു പാത്താണ് ശരിക്കും പറഞ്ഞാൽ എന്താ നടക്കുന്നത്? നമ്മൾ ഈ കോള് പോകുന്ന സമയത്ത് വരുന്ന സമയത്തും സിഗ്നൽ പാസ് ചെയ്യുന്ന ലൈനാണ് ട്രാൻസീവർ എന്ന് പറഞ്ഞാൽ. നമ്മൾ ഞാനൊരു കോഡ് പഠിച്ച ഓർമ്മ ഉണ്ടോ? RX/TX. RX എന്ന് പറഞ്ഞാൽ എന്ത്? RX റിസീവിങ്, TX എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിറ്റിങ്. ഇത് രണ്ടും കൂടി ചേർന്നൊരു സാധനം നമ്മൾ പറഞ്ഞു TRX എന്ന് പറഞ്ഞാൽ രണ്ടും പോകുന്ന ലൈനാണ്, 2 വേ എന്ന് പറയും. ഇത് 1 വേ, മറ്റേത് 2 വേ. RX എന്ന് പറയുമ്പോൾ 1 വേ, TX എന്ന് പറയുമ്പോൾ 1 വേ, TRX എന്ന് പറഞ്ഞാൽ രണ്ടും പോകുന്ന ലൈൻ, 2 വേ എന്ന് പറയും. അതാണിത്. ഇതിലെ കൂടിയിട്ട് തന്നെയാണ് റിസീവിങ്ങും വരുന്നുള്ളത്, ട്രാൻസ്മിറ്റിങ് പോകുന്നുള്ളത്. ഇത് നേരെ വന്നെടുത്ത് 2GPA എത്തി.